അതിലിങ്ങനെ ഈ വിവാഹത്തിന് ശേഷം ഇവരുടെയൊക്കെ ആ കാലഘട്ടത്തിലെ വിവാഹത്തിന് ശേഷം ഒരു ധ്രുവ നക്ഷത്രത്തെ കാണുന്നതായിട്ടൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ടൊന്നും ഈ ധ്രുവനക്ഷത്രം 2000 വർഷമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2000-ൽ 4-5 2000-ന് അപ്പുറത്തും ധ്രുവനക്ഷത്രം ഉണ്ടാകാമല്ലോ. 6000 വർഷമാകുമ്പോൾ ആദ്യത്തേത് 4 ധ്രുവനക്ഷത്രങ്ങൾ കാണില്ലേ. അപ്പോൾ അത് എത്രാമത്തെ ധ്രുവനക്ഷത്രം എന്ന് പറയുന്നില്ല. അപ്പോൾ ജ്യോതിഷ ശാസ്ത്രപ്രകാരം ഇവരിതിൻ്റെ കാലനിർണ്ണയം നോക്കാൻ വേണ്ടി നടത്തും. അവിടെയും തികച്ചും പരാജയമാണ്. പക്ഷെ അതിൽ എടുത്ത് പറയാവുന്ന ഒരു ജർമ്മൻ വിദ്വാനുണ്ട്, ഹെർമൻ യാക്കോബി. അദ്ദേഹം ഈ ഫെഡറിക് മാക്സ് മുള്ളറേക്കാൾ ഒരു 2500 വർഷം, അതായത് കോമൺ ഇറയ്ക്കും 2500 വർഷം അപ്പുറത്തെന്ന് പറയുന്നുണ്ട്. ഒരു ധ്രുവ നക്ഷത്രത്തിനെ കണക്കാക്കി അദ്ദേഹം ഇവിടെ വന്ന് അത് ഇന്ത്യയോട് കുറച്ച് സ്നേഹമുള്ള വ്യക്തിയാണ് ഈ യാക്കോബി. അപ്പോൾ ഈ യാക്കോബി കുറച്ച് ജ്യോതിഷമൊക്കെ ഇവിടെ വന്ന് പഠിച്ചു.